ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് കറണ്ടിന്റെ വാല്യൂ അല്ലെ, എ സി വോൾട്ടേജ് മാത്രമല്ലല്ലോ, എ സി കറണ്ടും ഇല്ലേ അല്ലെ, എ സി കറണ്ടിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യുവാനും സാധിക്കുമോ എന്ന കാര്യം കൂടെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണ്. ഓക്കെ, ഞാൻ ഈ പിക്ചർ ജസ്റ്റ് മായ്ക്കാണ്, എഴുതിയിട്ടുള്ള ഡാറ്റാസ് മായ്ക്കാണ്, നമുക്ക് സ്പേസ് വേണം. അപ്പൊ ഞാനിതാ ഈ ബോർഡിൽ എഴുതി വരച്ചിട്ടുള്ള ഈ ട്രാൻസ്ഫോമറിനെ നിങ്ങളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലെ, തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും 100% എഫിഷ്യൻസി പോസിബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം ഞാനിവിടെ 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനെ സങ്കല്പിക്കുകയാണ്. അത് വേറൊരു സങ്കല്പമാണ്, ഒരിക്കലും 100% എഫിഷ്യൻസി ഉള്ള ട്രാൻസ്ഫോമറുകൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധ്യമല്ല. ഓക്കെ, എന്നാലും തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഈ എഫിഷ്യൻസി 100% ആണെങ്കിൽ അതിന്റെ മീനിങ് നമ്മൾ ഇൻപുട്ടിൽ എത്ര എനർജിയാണോ സപ്ലൈ ചെയ്തത് അത്രയും എനർജി നമുക്ക് എവിടെ കിട്ടണം, ഔട്ട്പുട്ടിൽ കിട്ടണം. ഓക്കെ, അപ്പോ എനർജി ഗിവൺ ടു ദ ഇൻപുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ടേക്കൺ ഫ്രം ദ ഔട്ട്പുട്ട് ആയിരിക്കണം അല്ലെ. കാര്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നമുക്ക് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 100 ജൂൾ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് എത്ര തന്നെയാണ്, സെയിം 100 ജൂൾസ് തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ, എഫിഷ്യൻസി 100% ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന എനർജി മുഴുവൻ എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇൻപുട്ടിലെ പവർ മുഴുവനായിട്ട് നമുക്ക് എവിടെ കിട്ടണം, ഔട്ട്പുട്ടിൽ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഐഡിയ എങ്ങനെയാണ്, ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, എന്താ കണ്ടീഷൻ, ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോർമർ. ഓക്കെ, ഇവിടെ എഴുതി വെക്കാം, ഫോർ an ideal transformer, input power should be equal to output power. Okay, അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് എനർജിയും ഔട്ട്പുട്ട് എനർജിയും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഞാൻ എനർജിക്ക് പകരം പവർ എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പവർ കാണാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഉണ്ട് അല്ലെ. പവർ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് ഇത്, പവർ P ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. മറ്റ് ഫോർമുലാസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് ഈക്വേഷൻ ആണ് ആവശ്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിലെ പവർ എങ്ങനെ കാണാം, ഇൻപുട്ടിലെ വോൾട്ടേജ് ഏതാണ്, VP ആണ്, ഇൻപുട്ടിലെ കറണ്ട് ഏതാ, IP. അപ്പൊ ഇൻപുട്ടിലെ പവർ എങ്ങനെ കാണാം അല്ലെ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് വരും. അപ്പൊ VP ഇൻറ്റു IP എന്ന് പറയുന്നതാണ് ഇത് ഇൻപുട്ട് പവർ. സിമിലർലി ഔട്ട്പുട്ടിലെ പവർ അപ്പൊ എത്രയായിരിക്കും, VS ഇൻറ്റു IS എന്ന് എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ റിലേഷനിൽ ഈ IS-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്, VP മീൻസ് വോൾട്ടേജിനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റുന്നു, കറണ്ടിനെ മറ്റൊരു സൈഡിലേക്ക് മാറ്റുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വോൾട്ടേജിനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണ്, ആ സൈഡിലേക്ക് ആക്കാൻ പോവാണ്, കറണ്ടിനെ ഈ സൈഡിലേക്ക് ആക്കിയാൽ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും, IP ഡിവൈഡഡ് ബൈ IS ഇസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP എന്ന് പറയുന്ന ഒരു ഫോർമുല എനിക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ശരി. ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്താണ്, the transformer should be an ideal, efficiency must be 100%. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ടേൺസ് റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ടേൺസ് റേഷ്യോ എന്തായിരുന്നു. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇവിടെ 1 കൊടുക്കുകയാണ്. ഇത് നമുക്ക് വി നോ, നമുക്ക് നേരത്തെ അറിയുന്ന റിലേഷൻ ആണ് എന്ത്, VS ബൈ VP ഈക്വൽ ടു ആരായിരുന്നു, NS ഡിവൈഡഡ് ബൈ NP ആയിരുന്നു. ഇത് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, പഠിച്ചിട്ടുള്ള ഫോർമുല, അതിന്റെ പേര് ടേൺസ് റേഷ്യോ ആയിരുന്നു. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിയേ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ VS ബൈ VP എന്ന് വെച്ചാൽ അത് എന്തിന് ഈക്വൽ ആണ്, IP ഡിവൈഡഡ് ബൈ IS ന് ഈക്വൽ ആണ്, ശരിയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ആ ഫോർമുല കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ശരി, അപ്പോ ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, NS ബൈ NP ഈക്വൽ ടു ആരാണ്, VS ബൈ VP ആണല്ലോ.
വി എസ് ബൈ വി പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? വി എസ് ബൈ വി പിക്ക് പകരം എന്ത് എഴുതാം? ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്ഫോർമർ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ട്രാൻസ്ഫോർമർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ടിന്റെ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ കറണ്ടിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കറണ്ടിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് അല്ലെ, എ സി കറണ്ട് അല്ലെ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക എന്നുള്ള ഫാക്ടറും കൂടെ പഠിച്ചു വെക്കണം. അപ്പൊ അതിനകത്ത് ഞാനിതാ എനിക്കിങ്ങനെ എഴുതാം, ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡഡ് ബൈ എനിക്ക് എന്ത് എഴുതാം? എൻ പി എന്ന് എഴുതിക്കൂടെ? ശരിയാണല്ലോ. ഓക്കെ, എന്താ ഈ ടേമും എന്താണ്? ഈക്വൽ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് അക്രോസ് ദ പ്രൈമറിയുടെ ഇക്വേഷൻ എന്താ വരിക? ദാറ്റ് ഈസ് എൻ എസ് ബൈ എൻ പി ഇൻറ്റു ഏത് വരും? ഐ എസ് എന്ന് പറയുന്ന ഫോർമുല നമുക്ക് കിട്ടും. ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഐ എസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പൊ പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് കാണാനുള്ള ഫോർമുല എന്താ വരിക? എൻ എസ് ബൈ എൻ പി ഇൻറ്റു ഐ എസ് എന്നാണ് വരിക. ഓക്കെ, അപ്പോ ഇത് പ്രൈമറിയിൽ ഉണ്ടാകുന്ന കറണ്ട് ആണ്. ഇതുപോലെ സെക്കൻഡറിയിലെ കറണ്ട് ആണ് ചോദിക്കുന്നതെങ്കിലോ അപ്പൊ ഐ എസ് ഇസ് ഈക്വൽ ടു അല്ലെ, ഐ എസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഐ എസിനെ ഇവിടെ എടുക്കുക, എൻ പി ബൈ എൻ എസ് എന്നുള്ള ഓർഡറിലേക്ക് മാറും അല്ലെ. അല്ലെങ്കിൽ ഇവിടെ ഈ ഐ എസിനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് എൻ എസ് ബൈ എൻ പിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഇക്വേഷൻ ആയിട്ട് മാറുക. എൻ പി ബൈ എൻ എസ് ഇൻറ്റു എന്ത് വരും? ഐ പി വരും. ഓക്കെ, രണ്ടും സെയിം ഫോർമുലയാണ്. ഈ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഈ ഫോർമുലയിലേക്ക് എന്ത് ചെയ്യുക? എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ കറണ്ട് അക്രോസ് ദ പ്രൈമറി ഇങ്ങനെ കാണാം, കറണ്ട് അക്രോസ് ദ സെക്കൻഡറി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർഡറിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചത്? അപ്പോ കറണ്ട് എപ്പോഴാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുക, കറണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുക, അക്കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇതാ ഈ ഭാഗത്ത് നിന്ന് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ നോക്കിക്കോളൂ, നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ പോവാണ്. സോ ഫസ്റ്റ് കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ സപ്പോസ് എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ കൂടുതൽ ടേൺസ്, പ്രൈമറിയിൽ കുറച്ച് ടേൺസ് അല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ശരി, അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ വി എസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? വി പി ആയിരിക്കും നമ്മൾ പഠിച്ചു. ആൻഡ് ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ. ഇത് സ്റ്റെപ്പ് അപ്പ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ. സ്റ്റെപ്പ് അപ്പ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പോ വി എസ് ഗ്രേറ്റർ ദാൻ വി പി ആണെങ്കിൽ, വി എസ് ഗ്രേറ്റർ ദാൻ വി പി ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? therefore ഐ പി ഗ്രേറ്റർ ദാൻ ഏതായിരിക്കും? ഐ എസ് ആയിരിക്കും. ശരിയല്ലേ? ഈ ഓർഡർ പ്രകാരം അങ്ങനെയല്ലേ കിട്ടുക? എൻ എസ് വലുതായാൽ വി എസ് വലുതാവും, വി എസ് വലുതായാൽ ഐ പി എന്താവും? വലുതാവും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ ഓർഡർ ആണെങ്കിൽ നമ്മളിപ്പോ ഇത് ബോർഡിൽ വരച്ചിട്ടുള്ള സെയിം ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, പ്രൈമറിയിൽ കുറവ്. സോ ദിസ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിൽ കറണ്ട് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ വോൾട്ടേജിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ സെക്കൻഡറിയിൽ എത്തുമ്പോൾ പ്രൈമറിയിലേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. വോൾട്ടേജിന്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുക. അതേസമയം സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ആവുകയാണ് ചെയ്യുക അല്ലെ. അതാണ് ഏതിന്റെ മീനിങ്? ഐ പി ഗ്രേറ്റർ ദാൻ ഐ എസ്. പ്രൈമറിയിൽ ഹൈ കറണ്ട് ഉണ്ടായിരിക്കും, സെക്കൻഡറിയിൽ സ്മോൾ കറണ്ട് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഹൈ കറണ്ട് എന്തായിട്ട് മാറി? സ്മോൾ കറണ്ട് ആക്കി മാറ്റുന്ന ഡിവൈസും കൂടെയാണ് ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് രണ്ട് ജോലിയുണ്ട്, ഒരേ സമയം തന്നെയാണ് ആ ജോലി ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് എ സി വോൾട്ടേജിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ എ സി കറണ്ടിന് അത് എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ശരി, ഇത് നമ്മൾ സ്റ്റെപ്പ് ഡൗണിലേക്കാണ് വരുന്നതെങ്കിലോ, ഇപ്പൊ ഞാൻ രണ്ടാമത്തെ പോയിന്റ് എഴുതാൻ പോവാണ്. സ്റ്റെപ്പ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റെപ്പ് ഡൗണിന്റെ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതാവുമ്പോ പ്രൈമറിയിൽ കൂടുതൽ ടേൺസ്, സെക്കൻഡറിയിൽ എന്തായിരിക്കണം? കുറവ് ടേൺസേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എൻ പി വലുത്, എൻ എസ് ചെറുത്. അപ്പൊ അങ്ങനെയാണെങ്കിലോ വി പി ഗ്രേറ്റർ ദാൻ വി എസ് എന്നല്ലേ നമുക്ക് കിട്ടാം. പ്രൈമറിയിൽ എന്തുണ്ടാവും? കൂടുതൽ വോൾട്ടേജ്, സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കുറവായിരിക്കും. ഇപ്പൊ വോൾട്ടേജ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു.
അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഏത് ട്രാൻസ്ഫോമർ ആണ്? ദാറ്റ് ഇസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അപ്പൊ അടുത്ത ഇക്വേഷനിലേക്ക് പോവാണെങ്കിൽ നോക്കിയേ, വി പി കുറയല്ലേ ചെയ്തത്, സോറി വി പിയുടെ വാല്യൂ എന്ത് ചെയ്തു? കൂടി, വി എസ് കുറഞ്ഞു. വി പി കൂടിയാൽ ഐ എസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഐ എസ് ഗ്രേറ്റർ ദാൻ ഏത് കിട്ടും? ഐ ടി കിട്ടും. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ സെക്കൻഡറിയിലെ കറണ്ട് എന്താണ്? ഹൈ കറണ്ട് ആയിരിക്കും. പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും? സ്മോൾ കറണ്ട് ആയിരിക്കും. പ്രൈമറി അല്ലേ ഇൻപുട്ട്, ഇൻപുട്ടില് സ്മോൾ കറണ്ട്, അത് ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ ഹൈ കറണ്ട്. സോ നമ്മളിവിടെ എ സി കറണ്ടിന്റെ വാല്യൂവിനെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും അല്ലെ. പക്ഷെ കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. അപ്പൊ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യിക്കുവാനാണ് നമ്മൾ ഏത് ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എ സി വോൾട്ടേജിന്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതുപോലെ എ സി കറണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇതിനൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം? ടോപ്പിക്കിന്റെ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമാണല്ലോ. പിന്നെ ഈ റിലേഷൻ വെച്ച് ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന എന്റെ വിചാരം, ഈ ന്യൂമറേറ്റർ അല്ലെ, ഇതിപ്പോ ഒരു ഭിന്നസംഖ്യയാണ്, അത് ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ കൂടുമ്പോ അടുത്തതിന് ന്യൂമറേറ്റർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ അടുത്തതിന് ന്യൂമറേറ്റർ എന്ത് ചെയ്യും? കൂടും. അല്ല, ന്യൂമറേറ്റർ കുറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ കുറയും, ഇവിടുത്തെ ന്യൂമറേറ്ററിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാനത് അറിയുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ ഇവിടെ എങ്ങനെ എഴുതിയത്. എൻ പി എന്താണ്? കൂടി. എൻ പി കൂടിയാൽ ആര് കുറയും? എൻ എസ് കുറയും. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഐഡിയ നമ്മൾ പറഞ്ഞു. രണ്ടിലും ഒരേ നമ്പർ ഓഫ് ടേൺസ് വരാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് എൻ പി കൂടി, അപ്പോ വി പി എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ ഐ എസ് എന്ത് ചെയ്യണം? കൂടണം. അതാണ് ഓർഡർ. ഓക്കെ, ഇനി എൻ എസ് കുറഞ്ഞാൽ അല്ലെ, എൻ എസ് കുറഞ്ഞു, അപ്പൊ വി എസ് എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ ഐ പി എന്ത് ചെയ്യണം? കുറയണം. ആ ഓർഡർ എല്ലാവർക്കും മാത്തമാറ്റിക്കലി മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അത് നിങ്ങൾ പ്ലസ് ടുവിൽ എത്തിയ ആൾക്കാരല്ല, അപ്പൊ ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കറണ്ടിനെ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യാം ബൈ യൂസിങ് എ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ഫോമർ ഡെഫിനിഷൻ പറയുമ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞൂടെ? എന്താണ് ഡെഫിനിഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. കറണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യുവാനും നമുക്ക് ട്രാൻസ്ഫോമറിനെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ മറ്റു ചില എക്സാമ്പിൾസിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി നമ്മള് ഈ ട്രാൻസ്ഫോമറിന്റെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? ഇടുക്കിയിൽ അല്ലെ. അവിടെ പിന്നെ ഡാമുകളുണ്ട്. ഡാമുകളിൽ വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ആണ് അല്ലെ, അത് പവർ ലൈൻസിലൂടെ ഫ്ലോ ചെയ്ത് നമ്മുടെ നാടിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ അത് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് ട്രാൻസ്ഫോർമറുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാനിതിന്റെ ഐഡിയ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, എ സി ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, എ സി ട്രാൻസ്മിഷൻ. നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ അല്ലെങ്കിൽ ആ പവറിനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഈ കാണുന്നത് ഒരു പവർ സ്റ്റേഷൻ ആണ്. സോ ദിസ് ഇസ് എ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിക്കാം. അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് 1 മെഗാവാട്ട് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, 1 മെഗാവാട്ട് പവർ എന്ത് ചെയ്തു? അവരവിടെ ഉൽപ്പാദിപ്പിച്ചു. നമ്മൾ ഇലക്ട്രിസിറ്റി എന്നല്ല പറയുന്നത്, പകരം പവർ എന്നാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ശരി. ആ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം, പക്ഷെ അതിന് ഇൻപുട്ട് വരുന്നത് എന്താണ്? പവർ ആയിരിക്കും.
അപ്പോൾ 1 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കാം. ഓക്കെ, അവിടെ ജനറേറ്റർ വർക്ക് ചെയ്ത് വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് 1 മെഗാവാട്ട് പവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതെന്ത് ചെയ്യണം, ഒരു സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ നോക്കിയത് ഇവിടെ ഒരു വില്ലേജ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു വില്ലേജ് ആണ്, അവിടെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ വില്ലേജിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവരത് പവർ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പോ 1 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ എത്ര വാട്ട്സ് ആയിരിക്കും, 10 ലക്ഷം വാട്ട്സ് ആയിരിക്കും. എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോ 10⁻⁶ ആണ് ഇത് മെഗാ എന്ന് പറയുന്നത് അല്ലെ. 10⁻⁶ എന്ന് പറയുമ്പോൾ 10 lakhs ആണ്. അപ്പോ ഒരു കോടിയായി അല്ലെ. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, അപ്പോ 10 lakhs വാട്ട്സ് എന്ത് ചെയ്യുന്നു, 10 lakhs വാട്ട്സ് എന്ത് ചെയ്യുന്നു ആണ് ഏത് 1 മെഗാവാട്ട്. അത്രയും പവർ എന്ത് ചെയ്യുന്നു ആ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സപ്ലൈ ലൈനിലൂടെ ആ വില്ലേജിലേക്ക് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോ ഈ കണക്ട് ചെയ്തിട്ടുള്ള വയർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് പോകുന്ന AC ഫ്ലോ ചെയ്ത് പോകുന്ന ആ ലൈനിന് എന്തുണ്ടാവും, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ഏതാ ഉപയോഗിക്കുക, അലൂമിനിയം ആണ് അവിടെ ഉപയോഗിക്കാറെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ റെസിസ്റ്റൻസ് തൽക്കാലം ഞാനൊരു 0.5 ഓംസ് ആണെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. ഓക്കെ, ശരി. അപ്പോ നമ്മളിതാ കൊടുക്കുന്ന പവർ ആണ് ഏത്, ഈ പറയുന്ന 10 lakhs വാട്ട്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കേണ്ടത്. ശരി, അപ്പൊ ഞാൻ ഈ പവർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന പവർ അതിനെ നമ്മൾ 10 lakhs വാട്ട്സ് അല്ലേ, അതിന് ഞാൻ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്നുള്ള ഓർഡറിൽ എഴുതുമ്പോൾ ഞാൻ ഇവിടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 വോൾട്ടും കറണ്ട് എന്ന് പറയുന്നത് 1000 ആംപിയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ കറണ്ട് വോൾട്ടേജ് 1000ഉം കറണ്ട് രണ്ടും 1000 എടുക്കുകയാണെങ്കിൽ പവർ എങ്ങനെ കിട്ടാം, 1000 × 1000 അല്ലെ. പവർ എങ്ങനെ വരാം, പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് എത്രയാണ്, 1000 ആണ്, ഇൻറ്റു കറണ്ട് എത്രയാ, 1000 ആണ്, മൾട്ടിപ്ലൈ എത്ര കിട്ടാ, 10 lakhs കിട്ടാ അല്ലെ. 10 lakhs വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, ആ 10 lakhs വാട്ട്സിനെയാണ് നമ്മളിവിടെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള ഓർഡറിൽ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും വോൾട്ടേജ് ഇത്രയും കറണ്ട് എന്നുള്ള ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക, ആ പവർ ആ സപ്ലൈ ലൈനിലൂടെ ആ വില്ലേജിലേക്ക് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോ നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ട് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം H is equal to I² RT എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പവർ എത്രയാണ്, 10 ലക്ഷം വാട്ട്സ് ആണ്. അത് ഇനി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ പവർ ലൈൻസിലൂടെ ഒരുപാട് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, അതിന് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് അല്ലെ, ഒരുപാട് ദൂരം എന്ത് ചെയ്യണം, അത് മൂവ് ചെയ്യുന്നുണ്ട് ത്രൂ ദ വയേഴ്സ്. അപ്പോൾ ആ വയറുകൾ എന്ത് ചെയ്യും, ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് ആവുകയും ഇതിൽ നിന്ന് കുറച്ച് എനർജി എന്താവും അല്ലെ, കുറച്ച് പവർ എന്താവും, വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, ബാക്കി ഇവിടേക്ക് എത്തുമ്പോൾ എത്രത്തോളം പവർ ആയിരിക്കും ബാക്കി ഉണ്ടാവുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻപുട്ടിൽ എത്ര ഉണ്ടായിരുന്നു, 10 ലക്ഷം വാട്ട്സ് ഉണ്ട്. ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന സമയത്ത് അത് എത്രയായിട്ടാണ് മാറുക നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ശരി, അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിലുള്ള പവർ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫോർമുല P = I² R എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ പവറിനുള്ള മറ്റൊരു ഫോർമുലയാണ് ഇത് I² R. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടാം, ആൻസർ ഇസ് ഈക്വൽ ടു ഇവിടെ കറണ്ട് എത്രയാണ്, 1000 ആംപിയർ അല്ലെ. അപ്പൊ 1000നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. ഓക്കെ, 1000നെ സ്ക്വയർ ചെയ്യണം ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്, 0.5. അതിപ്പോ ഔട്ട്പുട്ടിൽ ഇപ്പൊ വില്ലേജിലേക്ക് എത്തുന്ന പവർ ആണ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത പവർ 10 ലക്ഷം വാട്ട്സ് ആണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും കുറെ എനർജി എന്താവും, വേസ്റ്റ് ആവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇനി കിട്ടുന്ന എത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ശരി, ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോ 1000 സ്ക്വയർ നമ്മൾ ചെയ്ത് എത്ര കിട്ടാം, 10 lakhs അല്ലേ കിട്ടാം. 3 4 5 6 lakh 10 ലക്ഷം കിട്ടും. ഇൻറ്റു 0.5 ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 5 lakhs അല്ലേ ഉണ്ടാവുള്ളൂ. 3 4 5. ഓക്കെ, 5 lakhs വാട്ട്സ് മാത്രമേ നമുക്ക് എവിടെ കിട്ടുള്ളൂ, വില്ലേജിലേക്ക് കിട്ടുള്ളൂ. അതിന്റെ മീനിങ് എന്താണ്,
10 ലക്ഷം വാട്ട്സ് എന്ത് ചെയ്തു അവർ ഉൽപ്പാദിപ്പിച്ചു. ഒരുപാട് ചെലവുണ്ടായിരിക്കും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, പക്ഷേ വില്ലേജിലേക്ക് എത്തുമ്പോൾ എത്ര കിട്ടുന്നുള്ളൂ? വെറും 5 ലക്ഷം വാട്ട്സേ കിട്ടുന്നുള്ളൂ. എത്ര വേസ്റ്റ് ആയി പോയി? 5 ലക്ഷം വേസ്റ്റ് ആയി. അഥവാ 50% എന്തായി? ഈ സപ്ലൈ ലൈനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? എയറിലേക്ക് നഷ്ടമായി പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കച്ചവടം ലാഭകരാവോ? അല്ലെ, ഒരുപാട് എനർജി എന്താവാണ്? വെറുതെ വേസ്റ്റ് ആയി പോവാണ്. ഓക്കെ, അപ്പൊ ഈ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഈ രീതിയിൽ ഒരു പവർ സ്റ്റേഷൻ നടത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സർക്കാരിന് എന്തല്ല, ലാഭകരമല്ല. കാര്യം 10 ലക്ഷം വാട്ട്സ് ഉൽപ്പാദിപ്പിച്ചു, എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നത് വരെ എത്രയാ? 5 ലക്ഷം വാട്ട്സ്. അഥവാ 5 ലക്ഷം വാട്ട്സ് എന്തായി പോയി? വേസ്റ്റ് ആയി പോയി. ഇത് വെച്ച് എങ്ങനെയാ നമ്മള് കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റുക? അപ്പൊ ആ ബിസിനസ് എന്തായിരിക്കും? നഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ റോൾ ഇനി വരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിതിനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ആൻസർ മാത്രമായിട്ട് എഴുതാണ്. എത്ര കിട്ടിയിട്ടുള്ളത്? 5 ലക്ഷം വാട്ട്സ് അല്ലേ കിട്ടിയത്? ഓക്കെ, 5 lakhs വാട്ട്സ് കിട്ടി. 10 ലക്ഷം വാട്ട്സ് അയച്ചു അല്ലെ. അയച്ചത് എത്രയാണ്? 10 lakhs. 10 ലക്ഷം അയച്ചു, കിട്ടിയ എത്രയാണ്? 5 ലക്ഷം വാട്ട്സ് മാത്രം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ പവർ സ്റ്റേഷനിൽ ഞാനൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ഉൽപ്പാദിപ്പിച്ച പവർ എത്ര തന്നെയാണ്? 10 ലക്ഷം വാട്ട്സ് ആണ്. യാതൊരു മാറ്റവും ഇല്ല. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റെപ്പ് അപ്പിലൂടെ ചില മാറ്റങ്ങൾ വരുത്താണ്. സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നമ്മൾ അയച്ചത് എങ്ങനെയായിരുന്നു? 1000 വോൾട്ടിലായിരുന്നു അല്ലെ. സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഈ കറണ്ടിനെ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യുവാനും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, അത് ഫസ്റ്റ് കേസാണ്. സെക്കൻഡ് കേസിൽ ചെയ്യാൻ പോകുന്ന കാര്യം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഈ വോൾട്ടേജിന്റെ വാല്യൂ ഞാൻ എന്താക്കി മാറ്റി? 1000 എന്നുള്ളതിന് പകരം 1 ലക്ഷം വോൾട്ട് ആക്കി മാറ്റി. 1 ലക്ഷം വോൾട്ട്. അപ്പോൾ 1000 വോൾട്ടിനെ 1 lakh വോൾട്ട് ആക്കണമെങ്കിൽ ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ടി വരും? ഓഫ് കോഴ്സ് സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. കറണ്ട് എത്രയായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് ജസ്റ്റ് 10 ആംപിയർ. കാര്യം 1 lakh into 10 ആണ് എന്ത് കിട്ടുക? 10 lakhs കിട്ടുക. ശരിയല്ലേ? ഇവിടുത്തെ പവർ എത്രയാ വരിക? 1 lakh into 10, that is equal to 10 lakhs. അപ്പൊ 10 ലക്ഷം വാട്ട്സ് സെയിം 10 ലക്ഷം ഉണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ 10 ലക്ഷം വാട്ട്സിന് അയച്ചത് എങ്ങനെയായിരുന്നു? 1000 വോൾട്ടും 1000 ആംപിയറുമായിട്ട്. ഇനി അയക്കാൻ പോകുന്നത് എങ്ങനെയാണ്? സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ച് 1 ലക്ഷം വോൾട്ട് ആക്കി കറണ്ടിനെ ഡിക്രീസ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? 10 ആംപിയർ ആക്കി മാറ്റി. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ചെയ്യുന്ന ജോലി. അപ്പൊ നമ്മൾ ഇപ്പോഴും അയക്കുന്ന ഇൻപുട്ട് പവർ എത്ര തന്നെയാണ്? 10 ലക്ഷം വാട്ട്സ് ആണ്. അത് ഇനി ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ എത്ര ആയിട്ട് മാറും ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഔട്ട്പുട്ടിലുള്ള പവർ നമ്മൾ കാണുന്ന ഫോർമുല ഏതന്നെയാണ്? I²R ആണ്. സോ ഇക്വേഷൻ ആയിട്ട് മാറും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് I നൗ? ദാറ്റ് ഇസ് ജസ്റ്റ് 10 ആംപിയർ. അപ്പൊ 10 square into resistance is how much? 0.5. So answer is 10 square is how much? 100. 100 into 0.5, that is what? 50 watts. Okay. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം? നേരത്തെ നമ്മൾ അയച്ചപ്പോ ഔട്ട്പുട്ടിൽ കിട്ടിയെന്ന് എത്രയായിരുന്നു? 5 ലക്ഷം കിട്ടി. 5 ലക്ഷം എന്തായിട്ട് മാറി? വേസ്റ്റ് ആയി പോയി അല്ലെ. ഇവിടുത്തെ അവസ്ഥ എന്താ? ഔട്ട്പുട്ടിൽ നമുക്ക് എത്രയും മിസ് ആവുള്ളൂ? വെറും 50 വാട്ട്സ് മാത്രമേ എന്ത് ചെയ്യൂ? നഷ്ടപ്പെടും. ഓക്കെ, നഷ്ടപ്പെടുന്ന പവറാണിത് കേട്ടോ. ഔട്ട്പുട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. നഷ്ടപ്പെടുന്ന പവറാണിത്. നേരത്തെ നമുക്ക് 5 ലക്ഷം വാട്ട്സ് എന്തായി? നഷ്ടപ്പെട്ടു. 5 ലക്ഷം വാട്ട്സ് മാത്രമേ ഈ വില്ലേജിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ഇപ്രാവശ്യം എന്താണ്? ഈ ഫ്ലോ നടക്കുന്ന സമയത്ത് 50 വാട്ട്സ് മാത്രമേ എന്താവുന്നുള്ളൂ? നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി 10 ലക്ഷത്തിൽ നിന്ന് 50 വാട്ട്സ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 9,99,950 വാട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ എഫിഷ്യൻസി എത്രയായി? അല്ലെ, 95%, 98%, 99% ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ നഷ്ടപ്പെടുന്ന AC-യുടെ അളവ് എന്ത് ചെയ്യാൻ പറ്റി? പവറിന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റി? ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചു. ഓക്കെ, ഇവിടെ 10 ലക്ഷം വാട്ട്സ് ആണ് ഉൽപ്പാദിപ്പിച്ചത്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ജൂൾസ് ലോ പ്രകാരം വേസ്റ്റ് ആകുന്നതാണ് ഈ കാൽക്കുലേഷൻ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയെന്നൊരു സംശയമുണ്ട്. ഇത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ അല്ല, നഷ്ടമാകുന്ന പവറാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, നേരത്തെ 5 ലക്ഷം വാട്ട്സ് നഷ്ടപ്പെട്ടു. അപ്പൊ വെറും 5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കേസിൽ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജിനെ എന്താക്കി മാറ്റി? 1 ലക്ഷമായിട്ട് കൂട്ടി. കറണ്ടിനെ എന്താക്കി മാറ്റി? 10 ആംപിയർ ആയിട്ട് കുറച്ചപ്പോഴും ഇൻപുട്ടിലെ പവർ എപ്പോഴും സെയിം തന്നെയാണ്. 10 ലക്ഷം വാട്ട്സ് ആണുള്ളത്. പക്ഷേ നഷ്ടപ്പെട്ടത് വെറും 50 വാട്ട്സ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മാക്സിമം നമുക്ക് എന്ത് ചെയ്തു? ഈ വില്ലേജിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിച്ചു.
അപ്പൊ ഇവിടെ നമ്മൾ ആരെയാണ് ഈ പ്രോസസ്സിന് വേണ്ടി നമ്മളെ സഹായിച്ചത്? ആരാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. 1000 വോൾട്ട് 1000 ആംപിയർ നമ്മൾ എന്താക്കി മാറ്റി? 1 lakh വോൾട്ടും 10 ആംപിയർ കറണ്ട് ആക്കി മാറ്റി. രണ്ടായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണ്? സെയിം 10 lakh വാട്ട്സ് തന്നെയായിരിക്കും, അഥവാ 1 മെഗാവാട്ട്. അപ്പൊ ഈ ഓർഡറിലാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പിന്റെ ഒരു ഉപയോഗം ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുപോലെ ധാരാളം ഉപയോഗങ്ങൾക്ക് നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഏത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അപ്പൊ അതിന്റെ ഒരു ഉപയോഗം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് വെൽഡിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? രണ്ട് മെറ്റൽ പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും അല്ലെ? അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമ്മളൊരു മെറ്റൽ റാഡ് വെക്കും. എന്നിട്ട് അവരെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പാർക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെൽഡിങ് എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണല്ലേ? വർക്ക്ഷോപ്പുകളിലും മറ്റൊക്കെ നമ്മൾ പോയാൽ കാണുന്ന ഒരു സംവിധാനമാണ് ഏത്? വെൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെൽഡിങ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു കേബിൾ അല്ല, ഒരു സാധനം ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പൊ അവിടെ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരിക്കും. അതിനകത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അവിടെ ചെയ്യുന്നത് എന്തായിരിക്കും? അതിലേക്ക് വരുന്ന വോൾട്ടേജിന്റെ അളവിനെ എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. പക്ഷേ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഹൈ കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ രണ്ടെണ്ണത്തിന് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു മെറ്റൽ റാഡിനെ ഇവിടെ കൊണ്ടുവരില്ലേ അല്ലെ? ഓക്കെ, അത് ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിലൂടെ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നുള്ള കറണ്ടാണ് വരിക. സോ വളരെ ഉയർന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? ഈ റാഡിലൂടെ ഇങ്ങോട്ടേക്ക് വരികയും അത്രയും ഹൈ കറണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെറ്റൽ എന്തായിട്ട് മാറും? ഹൈ കറണ്ടാണ് വരുന്നത്. അപ്പോ ജൂൾസ് ലോ പ്രകാരം അവിടെ വളരെ ഉയർന്ന അളവിൽ എന്തുണ്ടാവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഈ മെറ്റൽ കഷ്ണങ്ങൾ എന്ത് ചെയ്യും? അത് ഉരുകും. ഉരുകുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറുക അല്ലെ? സോളിഡ് ആയിട്ടുള്ള മെറ്റൽ ഇപ്പം എന്തായിട്ട് മാറും? ഉരുകുമ്പോൾ ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ അത് എന്ത് ചെയ്യും? തമ്മിൽ ജോയിന്റ് ആവും. ഓക്കെ, അപ്പോ അതിനുശേഷം പിന്നീട് അവിടുന്ന് ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ ആ ലിക്വിഡ് ആയിട്ടുള്ള ഭാഗം വീണ്ടും സോളിഡ് ആയിട്ട് തന്നെ തിരിച്ച് ഫ്രീസ് ആയി മാറും അല്ലെ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഔട്ട്പുട്ടിൽ ഉയർന്ന ഹീറ്റ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉയർന്ന കറണ്ട് എന്ത് ചെയ്യണം? അതിലൂടെ ഫ്ലോ ചെയ്യണം. ഉയർന്ന കറണ്ട് ഫ്ലോ ചെയ്യിക്കാനുള്ള ഏക മാർഗം എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണ്. സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെ വോൾട്ടേജിന്റെ വാല്യൂ എന്താവും? ഡിക്രീസ് ആവും. പക്ഷെ ഹൈ കറണ്ട് പാസ് ചെയ്യും. ആ ഹൈ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് അവിടെ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഹീറ്റിന്റെ ഫോർമുല I²RT ആണ്. കറണ്ടിന്റെ വാല്യൂ എന്തായിട്ട് മാറാണ്? ഹൈ ആവും. ഇപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും ഹൈ ആവും. അപ്പൊ H=I²RT എച്ചിന്റെ വാല്യൂ എന്തായിട്ട് മാറും? വളരെ ഹൈ ആയിട്ട് മാറും. ഉയർന്ന ഹീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ പീസ് എന്തായിട്ട് മാറും? ആ ചൂട് കാരണത്താൽ ഉരുകും. ഉരുകുന്ന സമയത്ത് അവിടെ അത് ലിക്വിഡ് ഫോം ആവും. അപ്പൊ രണ്ടും കൂടെ തമ്മിൽ എന്താവും? മിക്സ് ആവും, ഒട്ടിപ്പിടിക്കും. ഓക്കെ, പിന്നെ അവിടെ വീണ്ടും ആ കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ റാഡിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്യും? വീണ്ടും സോളിഡ് ആയിട്ട് മാറും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജറൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ചാർജറും എഴുതി വെച്ചിട്ടുണ്ടാവും 10 വോൾട്ട് അല്ലെ? ആ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ അവിടെ നമ്മളത് സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സോക്കറ്റിൽ ഉണ്ടാകുക 220 വോൾട്ട് ആയിരിക്കും. 220 വോൾട്ട് AC ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ചാർജറിന്റെ ആ ചെറിയൊരു പെട്ടിയില്ലേ? ഓക്കെ, ആ 2 കാല് വരുന്ന ചെറിയ പെട്ടി ഉണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ടാവും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. നമ്മളെ മൊബൈലിന്റെ ബാറ്ററി ഓപ്പൺ ചെയ്താൽ അറിയാം അവിടെ വെറും 5 വോൾട്ട് 10 വോൾട്ട് ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സപ്ലൈ ലൈനിൽ നിന്ന് വരുന്ന 220 വോൾട്ടിനെ എന്ത് ചെയ്യണം? 10 വോൾട്ടിലേക്ക് അല്ലെങ്കിൽ 5 വോൾട്ടിലേക്ക് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം അല്ലെ? അപ്പൊ വോൾട്ടേജിനെ നമ്മൾ ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ചാർജറിലേക്ക് കയറുന്ന സമയത്ത് അല്ല നമ്മുടെ ബാറ്ററിയിലേക്ക് കയറുന്ന സമയത്ത് അത് DC ആയിട്ടാണ് മാറുക. അപ്പൊ AC DC ആക്കി മാറ്റുന്ന സംവിധാനം അതിനകത്ത് ഉണ്ടായിരിക്കും. അത് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 1-2 ആപ്ലിക്കേഷൻസ് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രാൻസ്ഫോമർ ഇതുവരെ നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോർമർ അഥവാ എഫിഷ്യൻസി 100% ഉള്ള ട്രാൻസ്ഫോർമറിനെ കുറിച്ചാണ് ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്ന് നമുക്കറിയാം ഒരിക്കലും 100% എഫിഷ്യൻസി എന്തല്ല പോസിബിൾ അല്ല. അപ്പോ പലതരത്തിലുള്ള എനർജി ലോസുകൾ, എനർജിയുടെ നഷ്ടങ്ങൾ എവിടെ സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്ഫോമറിൽ നടക്കുന്നുണ്ടാവും.
ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവനും ഒരിക്കലും നമുക്ക് എവിടെ കിട്ടൂല, ഔട്ട്പുട്ടിൽ കിട്ടൂല. ഔട്ട്പുട്ടിലെ എനർജിയുടെ അല്പഭാഗം തീർച്ചയായിട്ടും വേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകും. ഇപ്പൊ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 100 ജൂൾ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്കൊരു 70 ജൂൾ അല്ലെങ്കിൽ 80 ജൂൾസ് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള 20 ജൂൾസ് എന്തായിട്ട് മാറും, വേസ്റ്റ് ആയി പോകും. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് ട്രാൻസ്ഫോമറിൽ എനർജിയുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിലുള്ള എനർജി ലോസുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഈ ബോർഡ് ഒന്ന് വായിച്ചതിന് ശേഷം അത് ഡീറ്റെയിൽസ് എഴുതി വെക്കാം. അപ്പൊ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 രീതിയിലാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് എനർജിയുടെ നഷ്ടം സംഭവിക്കുന്നത്. ഓക്കെ, അത് കാരണത്താൽ ആ ട്രാൻസ്ഫോമറിന് ഒരിക്കലും 100% എഫിഷ്യൻസി കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോ ആ 4 പേരിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എനർജി ലോസ് ആണ് ഇത്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുകയുണ്ടായി നമ്മുടെ പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മുഴുവനായിട്ടും സെക്കൻഡറിയിൽ അവൈലബിൾ ആകും എന്നാണ് നേരത്തെ ഞാൻ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഒരിക്കലും എന്തല്ല, അത് സാധ്യമല്ല. പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്ലക്സ് ലൈൻസിൽ കുറച്ച് ലൈൻസ് എങ്കിലും എന്ത് ചെയ്യും, സെക്കൻഡറിയിലേക്ക് എത്താതെ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും, എയറിലേക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ഫ്ലക്സും സെക്കൻഡറിയിൽ എത്താതിരുന്നു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ അളവിൽ എന്ത് വരും, കുറവ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജിയുടെ അല്പഭാഗം എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ആയി പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രാൻസ്ഫോമർ ഇതാ അല്ലെ, നമ്മളിങ്ങനെ കാണിച്ചു, നമ്മുടെ ഫ്രെയിം കാണിച്ചു, എന്നിട്ട് ഇവിടെ നമ്മൾ പ്രൈമറി കാണിച്ചു, ഇവിടെ നമ്മൾ സെക്കൻഡറി കാണിച്ചു, എന്നിട്ട് നമ്മൾ സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലെക്സ് ലൈൻസ് ഉണ്ടാവും. ആ ഫ്ലെക്സ് ലൈൻസ് നേരെ ഇങ്ങോട്ടേക്ക് വരും. എല്ലാ ഫ്ലെക്സ് ലൈൻസും ഇങ്ങോട്ടേക്ക് എത്തുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൈമറിയിലുള്ള മുഴുവൻ ഫ്ലെക്സും എവിടേക്ക് കിട്ടും, സെക്കൻഡറിയിലേക്ക് കിട്ടും എന്നാ പറയുന്നത്. പക്ഷേ ഇതില് ഒരുപാട് എണ്ണം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും, കറക്റ്റ് ആണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ചിലത് എന്ത് ചെയ്യുന്നു, എയറിലേക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അങ്ങനെ എയറിലേക്ക് എന്ത് ചെയ്യും, ചില ഫീൽഡ് ലൈൻസുകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, മിസ്സായി പോകും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് വിളിക്കുക. അപ്പൊ ആ ഫ്ലക്സ് നഷ്ടപ്പെട്ടാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജിയിൽ എന്ത് വരും, കുറവ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു എനർജി ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആരെ തന്നെ ഉപയോഗിക്കുന്നത്, സോഫ്റ്റ് അയണിനെ തന്നെ ആ ഫ്രെയിം ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് അയൺ എന്ത് ചെയ്യാൻ പറ്റും, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പുറത്തേക്കുള്ള പോക്കിനെ എന്ത് ചെയ്യാം, തടയുവാൻ സാധിക്കും. എന്നിരുന്നാലും 100% അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധ്യമല്ല. കുറച്ച് ഫീൽഡ് ലൈൻസ് എന്തായാലും പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ +1 പഠിച്ചിട്ടില്ലേ, 100% എഫിഷ്യൻസി ഈസ് ഇമ്പോസിബിൾ. അപ്പൊ അതിനുള്ള ഒരു കാരണമാണ് ഇവിടെ ട്രാൻസ്ഫോമറിൽ എനർജി നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൈമറിയിൽ ഉണ്ടാകുന്നത് മുഴുവനായിട്ടും സെക്കൻഡറിയിലേക്ക് എത്തിക്കുവാൻ ആർക്ക് കഴിയൂല, ആ ഫ്രെയിമിനെ കൊണ്ട് സാധിക്കില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് എന്നാണ് പറയാം. ഇതിൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ നമ്മളിവിടെ പ്രൈമറി കോയിലും അതുപോലെ സെക്കൻഡറി കോയിൽ ഉണ്ട്. ഈ കോയിൽ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, അത് കോപ്പർ വയേഴ്സ് ആയിരിക്കും. ഈ കോപ്പർ വയറിന് എന്തുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇൻപുട്ടിൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ആ കോയിലൂടെയാണ് കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. അപ്പൊ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് കാരണത്താൽ അല്ലെ അവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നു, ആ കോയിലിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് നല്ല കണ്ടക്ടറാണ്, ബെസ്റ്റ് കണ്ടക്ടറാണ്. പക്ഷെ എന്നിരുന്നാലും അതിന്റെ റെസിസ്റ്റൻസ് ഒരിക്കലും എന്തല്ല, 0 അല്ല. അതിനും എന്തുണ്ട്, അല്പം റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഹീറ്റ് കാരണത്താൽ അല്പം എനർജി എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇൻപുട്ടിൽ കൊടുക്കുമ്പോഴും അല്പം എനർജി വേസ്റ്റ് ആവും. പിന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ എടുക്കുന്ന സമയത്തും ആ കോപ്പർ വയർ നമ്മൾ അതിലൂടെയുള്ള കറണ്ട് അല്ലേ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോഴും എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കാരണത്താൽ എനർജി എന്ത് ചെയ്യുന്നു, നഷ്ടമാവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അല്ലെ. ഹീറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, അപ്പോഴും എനർജി വേസ്റ്റ് ആവുക. അപ്പൊ അതിന് നമ്മൾ ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് എന്ന് പറയും. കോപ്പർ ലോസ് എന്ന് വിളിക്കാനുള്ള കാരണം ആ വയേഴ്സ് കോയിൽസ് ഏതായിരിക്കും, കോപ്പർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ജൂൾ ലോസ് എന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആയിട്ട് എനർജി വേസ്റ്റ് ആവുന്നതിന് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് കാരണത്താൽ എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ജൂൾസ് ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഓർഡറിൽ അതിനെ ജൂൾ ലോസ് അല്ലെങ്കിൽ
കോപ്പർ ലോസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്താണ് ഇത് എഡ്ഡി കറണ്ട് ലോസ്. ഓക്കെ, എഡ്ഡി കറണ്ട് ലോസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ രണ്ട് കോയിൽസും നമ്മൾ ചുറ്റിയിരിക്കുന്ന എവിടെയാണ്? സോഫ്റ്റ് അയണിലാണ്. സോഫ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് മാഗ്നറ്റിക് ആകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ, ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ പ്രൈമറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൈമറിക്ക് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സിലൊക്കെ എന്ത് വരും? മാറ്റം വരും. അപ്പോ നമുക്കറിയാം, അതിന്റെ അറൌണ്ടിലുള്ള ഈ കാണുന്ന സോഫ്റ്റ് അയൺ ഫ്രെയിമിന്റെ അറൌണ്ടിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. അപ്പോ ഒരു മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബ്ലോക്കിന്റെ അറൌണ്ടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ മെറ്റൽ ബ്ലോക്കിൽ തന്നെ എന്തുണ്ടാവും? സർക്കുലാർ പാത്തിൽ ഒരു ന്യൂ ടൈപ്പ് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിന്റെ പേരാണ് എന്ത്? എഡ്ഡി കറണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ സോഫ്റ്റ് അയണില് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നത് കാരണത്താൽ സർക്കുലാർ പാത്തിൽ ആരുണ്ടാവും? എഡ്ഡി കറണ്ടുകൾ ഇവിടെയൊക്കെ ഫോം ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ എഡ്ഡി കറണ്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സർക്കുലാർ പാത്തിൽ ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. അതൊരിക്കലും നമുക്ക് കിട്ടുന്ന കറണ്ട് അല്ല, അതവിടെ വേസ്റ്റ് ആയി പോവും. അപ്പൊ ഈ സോഫ്റ്റ് അയൺ ഫ്രെയിം എന്തായിട്ട് മാറും? ഈ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണത്താൽ അവിടെ ഹീറ്റ് ആവും. അപ്പൊ എഡ്ഡി കറണ്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോഫ്റ്റ് അയൺ ഫ്രെയിം ആൾസോ ചേഞ്ചസ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇവിടെ. അത് നേരത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ആയിട്ട് കുറച്ച് ഭാഗം വേസ്റ്റ് ആയി, പിന്നെ കുറച്ചു ഭാഗം നമ്മുടെ കോയിലിന്റെ റെസിസ്റ്റൻസ് കാരണത്താൽ വേസ്റ്റ് ആയി. ഇപ്പൊ കുറച്ചു ഭാഗം എന്താണ്? എഡ്ഡി കറണ്ട് കാരണത്താലും എന്താകും? വേസ്റ്റ് ആകും. അപ്പോൾ എഡ്ഡി കറണ്ടിന്റെ ഈ പ്രശ്നം അല്ലെങ്കിൽ എഡ്ഡി കറണ്ടിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന എനർജി ലോസ് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഫ്രെയിമിനെ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ ഫ്രെയിമിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ചെയ്താൽ മതി അല്ലെ. റെസിസ്റ്റൻസ് കൂട്ടിയാൽ അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എഡ്ഡി കറണ്ടിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ഏതിന്റെ റെസിസ്റ്റൻസ് ആണ് കൂട്ടേണ്ടത്? കോയിലിൻ്റെതാണോ? അല്ല, കോയിലിന്റെ റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കണം. അപ്പോഴേ ഏത് കുറയുള്ളൂ? ജൂൾ ലോസ് കുറയുള്ളൂ. ഞാൻ പറയുന്നത് എഡ്ഡി കറണ്ട് എവിടെയാണ് ഉണ്ടാകുക? നമ്മുടെ ആ ഫ്രെയിമിലാണ് ഉണ്ടാവുക അല്ലെ, സോഫ്റ്റ് അയണിലെ ഫ്രെയിമിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോഫ്റ്റ് അയണിന്റെ തിന്നായിട്ടുള്ള ഷീറ്റുകൾ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ വാർണിഷ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് ഒട്ടിച്ചു വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാർണിഷ് എന്ന് പറയുന്ന സാധനത്തിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എഡ്ഡി കറണ്ടിന്റെ അളവിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കുവാൻ സാധിക്കും. കുറയ്ക്കുവാനുള്ള ഏക മാർഗം എന്താണ്? നമ്മളിവിടെ ഒരൊറ്റ വളരെ തിക്കായിട്ടുള്ള ഒരു സോഫ്റ്റ് അയൺ ഫ്രെയിം ഉപയോഗിക്കുന്നതിന് പകരം ഒരുപാട് തിന്നായിട്ടുള്ള സോഫ്റ്റ് അയണിന്റെ ഫ്രെയിമുകളെ നമ്മൾ എന്ത് ചെയ്യണം? വാർണിഷ് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സോഫ്റ്റ് അയണിന്റെ റെസിസ്റ്റൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എഡ്ഡി കറണ്ടിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം. അതുവഴി എനർജി ലോസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ആ എനർജി ലോസ് ഇല്ലാണ്ടാക്കാൻ പറ്റൂല. ചെറിയ രീതിയിൽ അവിടെ എപ്പോഴും എഡ്ഡി കറണ്ട് കാരണത്താൽ നമ്മുടെ ഇൻപുട്ട് എനർജിയുടെ അല്പഭാഗം എന്ത് ചെയ്യുന്നുണ്ടാവും? വേസ്റ്റ് ആയി പോകുന്നുണ്ടാവും. ഓക്കെ, ശരി. ഇനി നാലാമതാണ് ഇത് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ അല്ലെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ഹിസ്റ്ററിസിസിനെ കുറിച്ച് കേട്ടു. അപ്പോ അപ്പം സോഫ്റ്റ് അയൺ പോലെയുള്ള ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും, അതുപോലെ ഡീമാഗ്നറ്റൈസേഷൻ നടക്കും. അപ്പോൾ ഈ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ നടക്കണമെങ്കിൽ സോഫ്റ്റ് അയൺ എന്ത് ചെയ്യുന്നു? അതിലേക്ക് കുറച്ച് എനർജി നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് അതിനു വേണ്ടിയും യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്ന ഫിനോമിനൻ അവിടെ നടക്കുന്നത് കാരണത്താൽ അതിനുള്ള ഉത്തരവാദി ആരാണ്? സോഫ്റ്റ് അയൺ ആണ്. ആ സോഫ്റ്റ് അയൺ ഇരിക്കുന്നത് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും അല്ലെ. അപ്പൊ അത് കറണ്ടിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഇറ്റ് ബിക്കംസ് മാഗ്നറ്റൈസ്ഡ്. പിന്നെ അത് ഡീമാഗ്നറ്റൈസേഷനും സംഭവിക്കും. സോ മാഗ്നറ്റൈസേഷൻ, ഡീമാഗ്നറ്റൈസേഷൻ അല്ലെ. എ സി എങ്ങനെയാ ഫ്ലോ ചെയ്യുക? ഹൈ ദെൻ ലോ ലൈക്ക് ദിസ് അല്ലെ. അപ്പൊ ഹൈ ആകുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ് അയൺ എന്തായിട്ട് മാറും? മാഗ്നറ്റൈസേഷന് വിധേയമാകും. എ സിയുടെ വാല്യൂ കുറയുമ്പോൾ എന്തായിട്ട് മാറും? ഡീമാഗ്നറ്റൈസേഷൻ ആകും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ പ്രോസസ്സ് നടത്തുവാനും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജിയുടെ കുറച്ചു ഭാഗം എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അപ്പൊ ആ എനർജി നമുക്ക് എവിടെ കിട്ടൂല? ഔട്ട്പുട്ടിൽ കിട്ടൂല. അതും എന്തായിട്ട് മാറാണ്? വേസ്റ്റ് ആയി മാറണം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന
ഇൻപുട്ട് എനർജിയുടെ കുറെ ഭാഗങ്ങൾ എന്തായിട്ട് മാറാണ്, ഈ 4 കാരണങ്ങൾ അല്ലെ, 4 പ്രശ്നങ്ങൾ കാരണത്താൽ വേസ്റ്റ് ആയി പോകും. ഇതിനൊക്കെ ശേഷം ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് എവിടെ കിട്ടൂ, ഔട്ട്പുട്ടിൽ കിട്ടൂ. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 100 ജൂൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്താൽ ഒരു 80 ജൂൾസ് മാത്രമേ എവിടെ കിട്ടുള്ളൂ, ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ബാക്കി 20 ജൂൾസ് എന്തായിട്ട് മാറും, വേസ്റ്റ് ആയിട്ട് മാറും. ആ വേസ്റ്റ് ആവാനുള്ള കാരണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആ വേസ്റ്റേജ് കുറക്കാനുള്ള മാർഗങ്ങളും കൂട്ടത്തിൽ നമ്മൾ പറയുകയുണ്ടായി അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് കുറക്കാൻ നമ്മൾ സോഫ്റ്റ് അയൺ തന്നെ അവിടെ പ്രിഫർ ചെയ്യുന്നു, വേറൊരു മെറ്റീരിയലും ഈ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ജൂൾ ലോസ് നമ്മൾ കുറയ്ക്കാനുള്ള മാർഗം ഇവിടെ കോപ്പർ കൊണ്ടുള്ള വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോപ്പർ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കണ്ടക്ടറാണ്, റെസിസ്റ്റൻസ് പരമാവധി കുറവാണ്, അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എഡ്ഡി കറന്റ് ലോസിനെ മിനിമൈസ് ചെയ്യാനുള്ള മാർഗം എന്താണ്, നമ്മൾ ഒരു ഒറ്റ തിക്കായിട്ടുള്ള സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നതിന് പകരം ഒരുപാട് തിൻ ലെയറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, ഇടയിൽ റെസിസ്റ്റൻസ് കൂടിയ വാർണിഷ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സോഫ്റ്റ് അയൺ കോർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുവഴി ആ സോഫ്റ്റ് അയൺ കോറിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ ഹിസ്റ്ററിസിസ് ലോസ് ആണ്. അതിന് നമ്മൾ സോഫ്റ്റ് അയൺ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം സോഫ്റ്റ് അയൺ ഉപയോഗിക്കുമ്പോൾ റിട്ടൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ എന്താണ്, കുറവാണ്. അതുവഴി ഹിസ്റ്ററിസിസ് ലോസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.